നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന 817.80 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ. വിഴിഞ്ഞം പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകുമ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതായി സർബാനന്ദ് സോനോവാൾ വ്യക്തമാക്കി. വരുമാന വിഹിതം പങ്കുവയ്ക്കാമെന്നുള്ള നിലപാടിൽ പിന്നോട്ടില്ല. VGF നിബന്ധനയിൽ മാറ്റമുണ്ടാകില്ല. തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പിലാക്കാനാകില്ല. തൂത്തുക്കുടി സർക്കാരിന്റെ കീഴിലുള്ള തുറമുഖമാണ്. രാജ്യസഭാ MP ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ നിലപാട് പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യസഭയിൽ ഹാരിസ് ബീരാന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇളവ് തേടി കേരളം നൽകിയ കത്തുകൾ 2022 ജൂൺ 7-നും 2024 ജൂലൈ 27-നും ചേർന്ന ഉന്നതാധികാര സമിതി യോഗങ്ങൾ പരിശോധിച്ചതാണെന്ന് ഷിപ്പിംഗ് മന്ത്രി അറിയിച്ചു. എന്നാൽ ഇളവ് അനുവദിക്കേണ്ടതില്ലെന്നാണ് യോഗം തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിചിത്രമായ മാനദണ്ഡം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിലാണ് സംസ്ഥാനത്തിന്റെ വിയോജിപ്പ്. VGF ഗ്രാന്റിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തി വന്ന പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണിത്. VGF ഗ്രാന്റായി തന്നെ അനുവദിക്കണം. വിഴിഞ്ഞം പദ്ധതിക്കായി കേന്ദ്രം നൽകുന്ന തുക വായ്പയായി വ്യാഖ്യാനിച്ചാൽ പലിശയടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകുമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വിഷയത്തിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന ഖജനാവിന് 10,000 മുതൽ 12,000 കോടി രൂപയുടെ വരെ നഷ്ടം ഉണ്ടാകുമെന്നും അതിനാൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടവിൽ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്ത് കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി സർബാനന്ദ് സോനോവാൾ രാജ്യസഭയിൽ വ്യക്തമാക്കി. VGF ആയി അനുവദിച്ചിരിക്കുന്ന 817.80 കോടി രൂപ നെറ്റ് പ്രസന്റ് വാല്യൂ മാതൃകയിൽ തിരിച്ചടയ്ക്കാൻ 10,000 മുതൽ 12,000 കോടി രൂപ വരെ വേണ്ടിവരുമെന്നാണ് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിച്ചത്.